എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഉണ്ട്. എല്ലാം കിഴിക്കാത്തതിന്റെ കീഴിലേക്ക് പോവാം. കട്ട മത്സരം കേട്ടോ, വിട്ടുവീഴ്ച ഇല്ലാത്ത മത്സരം ആണല്ലോ അല്ലേ? ആവണം, എന്താ കുഴപ്പമില്ല. ടോസ് ഇട്ടോ, ഒന്നുകൂടെ ആലോചിക്കണോ? വേണ്ട, നീ ഒന്നും കൂടെ ആലോചിച്ചോ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഇന്നോട് തന്നെ ചോദിച്ചതാ. ആണല്ലേ? ആലോചിക്കണം, വേണ്ടല്ലേ? കട്ട മത്സരം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ആയിക്കോട്ടെ, പോരട്ടെ. ഓക്കെ, പറഞ്ഞോ. ടൈല് ഹെഡ് ഹേന്ന് വന്നിട്ട് ഞാൻ നിർത്തിയതാ, എന്നിട്ട് ടൈല് പറഞ്ഞത് കേട്ടു. അവര് കേട്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഹേ ടൈല് എന്നാണ് പറഞ്ഞത് ആള്. സത്യം. ഓക്കെ, ഫസ്റ്റ് കിഴി ഈഗിൾ. ഈഗിൾ ഈസ് കമ്മിങ്. ഇപ്പോഴല്ല, മാറി അത് ദൂരേക്ക് മുകളിലേക്ക് ഉയർന്നു പൊന്തിയിട്ടുണ്ട്. ലാൻഡ് ചെയ്യണമെങ്കിൽ ഇനി ഫെബ്രുവരി 9 ആവണം. അതായത് പൊങ്കൽ റിലീസായിട്ട് വരേണ്ട സിനിമയായിരുന്നു ഈഗിൾ, രവി തേജ നായകനായ സിനിമ. അത് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി 9. അത് നമ്മൾ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ടൈം ആകുമ്പോഴേക്കും കുറച്ച് സിനിമകൾ മാറ്റി. കാരണം 1, 2 ഒന്നല്ലെന്ന്, എത്ര സിനിമ ഒരുമിച്ച്. അടുത്തത് ഓക്കെ, ഗുണ്ടൂർ ഖാരം. ഒരു പടിക്ക് മുകളിലാ. അതല്ലേലും അങ്ങനെ. 2 കിഴിയെടുത്തപ്പോൾ മുന്നിൽ നിൽക്കുന്നത് ജിനേഷ് ഫിലിപ്പ്. ഗുണ്ടൂർ ഖാരം സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. UA സർട്ടിഫിക്കറ്റ്. ഓക്കെ, 12-ാം തീയതി സിനിമ റിലീസിന് എത്തുന്നുണ്ട്. പല അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ, റിലീസ് വരൂലെന്ന്, അല്ലെങ്കിൽ മാറ്റി വെക്കുന്നു. പക്ഷെ ഒരു രക്ഷയില്ല. സൂപ്പർ സ്റ്റാർ. അതും മറക്കരുത്. പിന്നല്ല, അതിന്റെ ഷൂട്ട് കഴിഞ്ഞത് 28-ാം തീയതി, ഡിസംബർ 28-ന്. അതാണ് അതിന്റെ കോമഡി. അവര് അപ്പൊ അത് എന്നേ പ്ലാനിങ് തുടങ്ങിയിട്ടുണ്ടാവും. പാരലൽ വർക്കായിരുന്നു. പിന്നെ ഓക്കെ, അടുത്ത കിഴി മിഷൻ ഇംപോസിബിൾ. ഓ, ഇപ്പൊ അല്പം മുകളിലല്ലേ? പോട്ടെ. ഓക്കെ, ജനുവരി 11-ന് OTT-ല് സിനിമ വരുന്നുണ്ട്, ആമസോൺ പ്രൈമിൽ. ഓക്കെ, മത്സരിക്കാനുള്ള ആംബിയർ ആയില്ലേ? ആംബിയർ ഉണ്ടോ? അതാണ് ചോദ്യം. ഉണ്ടോന്നോ? എന്ത് യാരപ്പാത്തി എന്നെ കേള് കേക്കറേ. അല്ല പിന്നെ അടുത്തത് അയലാൻ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് 8/7. വളരെ മോശം. നേരത്തെ പ്രതീക്ഷയായിരുന്നു കേട്ടോ. എന്താണെങ്കിലും കുറച്ച് വൈകിപ്പോയി. അതുപോലെ തന്നെ സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞിട്ടുണ്ട്. യു സർട്ടിഫിക്കറ്റ്. എന്താ രസം അതിന്റെ അനൗൺസ്മെന്റ്. ഗംഭീര പോസ്റ്റർ, അടിപൊളി. ആ യു ഒരു ഇതില് അതിന്റെ നടുക്ക ലൈറ്റിൽ കൂടെ വന്നപ്പം വേറെ ലെവല്. മറ്റൊരു പോസ്റ്റർ ഉണ്ട്. അല്ല, വേറെ ഉണ്ടായിരുന്നു. പറഞ്ഞോ, കുഴപ്പമില്ല, പോട്ടെ. പോസ്റ്റർ കാണിക്കും, ഇനി പോസ്റ്റർ കാണിച്ചു. എന്തായാലും ഈ പോസ്റ്റർ കണ്ടപ്പോൾ പറയേണ്ട കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും വേറൊരു ന്യൂ പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇതൊക്കെ കാണുമ്പോഴല്ലോ അതിനോടുള്ള പ്രതീക്ഷ അങ്ങ് കൂടുകയാണ്. ഇത് തിയേറ്ററിൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന്റെ ഒരു രസം എന്തായിരിക്കും. സത്യമായിട്ടും സൂപ്പർ സീനായിരിക്കും അത്. സത്യം. പറയാൻ വന്നത് സിനിമയുടെ സെൻസറിങ് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു യു സർട്ടിഫിക്കറ്റ് ആണ്. ഡ്യൂറേഷൻ 155 മിനിറ്റ് കേട്ടോ, അതായത് 2 മണിക്കൂർ 35 മിനിറ്റും. ഓക്കെ, അടുത്ത കിഴി. ഇപ്പൊ മനസ്സിലായില്ലേ? മത്സരിക്കാൻ പൊങ്കലില് ക്യാപ്റ്റൻ മില്ലറിനോടാണ് മത്സരിക്കാനുള്ളത് കേട്ടോ. അതൊക്കെ ഇപ്പൊ നമ്മുടെ മത്സരത്തെ കുറിച്ച് പറയാം. അവരും അവിടെ മത്സരിച്ചോളൂ. മത്സരത്തില് മിഷൻ ഇമ്പോസിബിൾ. അടുത്തത് കേട്ടോ, ജൂഡ് ആന്റണി ജോസഫ്. 2018 പക്ഷെ വേറെ കോമഡി ഉണ്ട് കേട്ടോ. ഇയാൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് സംശയമുണ്ട് എനിക്ക്. കാരണം ഏതോ ലോബി, അതായത് ഇന്ന ടീം ഈ സിനിമ ചെയ്തിരുന്നെങ്കിൽ ഓസ്കർ അടിച്ചേനെന്നായിരുന്നു. നമ്മുടെ മലയാളത്തിലെ ഏതോ ഒരു വലിയ ടീം ചെയ്തിരുന്നെങ്കിൽ അത് ഓസ്കർ അടിച്ചേനെ. അത് എന്ത് രീതിയിലാണ് ആളെ ഉദ്ദേശം? അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? എനിക്കറിഞ്ഞൂടാ. അങ്ങനെ അല്ല, അത് ഏതാ ടീമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ചെറിയ ചോദ്യം ചോദിക്കാറുണ്ട്. ആ ടീം ഇഷ്ടംപോലെ സിനിമ ചെയ്തിട്ടുണ്ട്, ഓസ്കാറിന് ഒന്നും പോയിട്ടില്ലല്ലോ. അതല്ല ആർക്കും. പക്ഷെ വേറെ കാര്യം കേട്ടോ, അവര് 2018 ചെയ്തിട്ടില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം വരും. അത് ഓക്കെ. ഇനിയിപ്പോ വേറെ കാര്യം, എനിക്ക് വന്ന ഡൗട്ട്, അൽഫോൻസ് പുത്രനെ പഠിക്കുവാണോ? അതല്ല ഞാൻ പറഞ്ഞത്.
എന്തായാലും കൊള്ളാം. ഓക്കെ, അവിടെ പരാജയം സംഭവിച്ചതും ഇവിടെ വിജയിച്ചത് അതും പ്രതീക്ഷിക്കാതെ അപ്പുറത്തുള്ള വിജയം സംഭവിച്ചതുകൊണ്ടും അങ്ങനെ സംഭവിക്കുമ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ പെട്ടെന്ന് കിട്ടിയാലേ അതൊരു ഷോക്കായി മാറാറുണ്ട്. ചേർക്ക് അങ്ങനെയാണല്ലോ, നിധിയൊക്കെ കിട്ടുമ്പോഴേ മൊത്തത്തിൽ ഒരുമിച്ച് കാണുമ്പോൾ ചില ബോധം അതുപോലെ. അയ്യോ യെസ്, എന്തായാലും നമ്മുടെ കിഴി അൽഫോൺസ് പുത്രൻ ഒന്ന് വന്നു പോയല്ലോ. ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന നെക്സ്റ്റ് മൂവി, ഇത് വളരെ പെട്ടെന്ന് ഒരുക്കുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ളതാണ് കേട്ടോ. നമ്മളിതൊരു തവണ പറഞ്ഞതാണ്. അതായത് ആസിഫ് അലി നായകനാവുന്ന സിനിമയാണ്. ആളിതിൽ ഡിറ്റക്റ്റീവ് ആയിട്ടാണ്, അതായത് ഒരു കോമഡി ജോണറിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി. പ്രഭാകരൻ, ഡിറ്റക്റ്റീവ് പ്രഭാകരനായിട്ട് അടിപൊളി പേര് പ്രഭാകരനായിട്ട് നമ്മുടെ ആസിഫിൽ വരും. നല്ല കോമഡി സാധനം തന്നെ ആയിരിക്കൂലേ. പിന്നെന്താ, ഇന്ദുഗോപന്റെ ഒരു നോവലാണ്, അതിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ സിനിമ എന്നുള്ളതാണ് കേൾക്കുന്നത്. ഓക്കെ, ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ്, അതാണ് അതില് സ്പെഷ്യലായിട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അറിയേണ്ടതുള്ളൂ. ഓക്കെ, ഇതിനിടയിൽ വന്നിട്ടുണ്ടായിരുന്നു, അതായത് ഗോവയിലോ ഇവിടെ ഒരു മിസ്സായ ഒരു കപ്പലിന്റെ സ്റ്റോറി, അതിന്റെ ഒരു സംഭവമാണെന്നുള്ളത് ഇതിന്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതല്ല, ഇതാണ് ആദ്യം. ഓക്കെ, ടോക്സിക്, മിഷൻ ഇമ്പോസിബിൾ. ടോക്സിക് യശ് നായകനാവുന്ന സിനിമയില് കരീന കപൂർ പ്രധാന വേഷത്തിലെത്തുന്നു. ഓക്കെ, കരീന കപൂറില്ലേ, ആൾക്ക് ഇത്രയും വലിയ ബിൽഡപ്പ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? കരീന കപൂറിന് കൊടുക്കൂല ഞാൻ. അതല്ല അതൊക്കെ അത് കിഴിക്കുക, അതല്ല ഞാൻ ഇപ്പൊ ചോദിക്കുക. അതായത് ഭയങ്കര ന്യൂസ് ആയിട്ട് വരുന്നു, കരീന കപൂർ ശരിയാണ് ആദ്യം, ഓക്കെ, പക്ഷെ ആളതിന് എന്ത് അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ആളുടെ ഒരു സ്റ്റാർ, ആളുടെ കഴിവ് ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്നറിയോ, ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യാൻ തോന്നിയൊരു കാര്യമുണ്ട്. അതായത് ആള് നമ്മുടെ ഷാഹിദ് കപൂറിനെ പ്രേമിച്ചൊരു സമയമല്ലേ, അന്ന് ഏറ്റവും നല്ല ഡാൻസർ ആരാ എന്നുള്ള ചോദ്യം വന്നു. അന്ന് ആള് ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഷാഹിദ് കപൂർ എന്നാണ് പറഞ്ഞത്. അതങ്ങനെയാണല്ലോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോ നമ്മുടെ സിദ്ധാർത്ഥ്, പിന്നെ ജ്യോതിക, കരീന, അവരൊക്കെ ഒരുമിച്ചുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിൽ ചോദിച്ചു, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ആരെന്നുള്ളത്. പലരും പല അഭിപ്രായം പറഞ്ഞു. കരീന പറഞ്ഞു സൈഫ് അലി ഖാൻ. അതുകൊണ്ട് അതായത് കൂടെ നിൽക്കുന്ന ആളെ ചേർത്ത് പിടിക്കുന്ന കാര്യത്തിൽ ഭയങ്കര പോസിറ്റീവ് ഇതല്ലേ, നല്ല അതാണ്, അത് വേണം. അത് ആ കാര്യത്തിൽ മാത്രം എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. എന്താണ് ആക്ടിങ് മോശം നല്ല കേട്ടോ. ആള് മറ്റേ നിറഞ്ഞു നിന്നൊരു സമയം ഉണ്ടായിരുന്നു. അത് ആ ടൈമിലൊക്കെ ആളുടെ പെർഫോമൻസ് ഒക്കെ ഗംഭീരം തന്നെയായിരുന്നു കേട്ടോ. അതൊന്നും ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എന്താണെങ്കിലും ഒരു തിരിച്ചുവരവല്ലേ, കുറച്ചായില്ലേ ഇപ്പൊ സിനിമ ചെയ്തിട്ട്. അപ്പം അത് ഗംഭീര വരവാവട്ടെ എന്ന് എഴുതിയിട്ടായിരിക്കാം. അപ്പം എന്തായാലും ഗീതു മോഹൻദാസ് ആളെ കന്നഡയിലേക്ക് കൊണ്ടുവരുന്നു അല്ലേ? അതെ. ഓക്കെ, വേറെ ഒരുപാട് നടിമാരുടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സംയുക്ത മേനോൻ, ഒരുപാട്, സായി പല്ലവി, പിന്നെ വേറെ ഒരാളുകൂടി ഉണ്ടായിരുന്നത് ശ്രുതിഹാസൻ തന്നെ. അതിനകത്ത് പാടിയിരിക്കുന്നൊക്കെ ശ്രുതിഹാസനല്ല. ശ്രുതിഹാസനുണ്ടോ? സഹിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ ആ സലാറ് കണ്ടതോടെ മതിയായി. എന്താടാ, ഞാൻ ടോക്സിക് ആവും മച്ചാനെ. അഹങ്കാരം കേറിയിട്ട് ഞാൻ ടോക്സിക് ആവും. ഇപ്പൊ നമ്മുടെ ജൂഡിന്റെ പറഞ്ഞ പോലെ തന്നെ, അതായത് നമ്മൾ പെട്ടെന്ന് നിധി കിട്ടുമ്പോ നമുക്ക് അഹങ്കാരം കയറും. അതുപോലെ ജൂഡിന് അഹങ്കാരം ഒന്നുമില്ല കേട്ടോ. എന്തായാലും ധൂം 4 സംഭവിക്കാൻ പോകുന്നു. അതിൽ നായകന്മാരായിട്ട് വരുന്നത് ഒന്ന് ഷാറൂഖ് ഖാൻ, കൂടെ രാം ചരൺ. ഇവർ രണ്ടുപേരും ധൂം 4 വേണ്ടി ഒരുമിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. വെറും കേൾവി മാത്രം കേട്ടോ. കേൾവി അല്ലേ, കേൾവി കേക്കപ്പോകരുത്. എങ്ങനെയുണ്ട് പോയി എന്ന് പറഞ്ഞത് എന്താടാ. ടോവിനോ നെക്സ്റ്റ്. ഓക്കെ, അനുരാജ് മനോഹർ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് അടുത്തത് കേട്ടോ. ടോവിനോന്റെ ആളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എന്തായിരുന്നു, മറന്നു, നമ്മുടെ നിവിൻ പോളിനെ വെച്ചിട്ട് എന്തോ ഒരു മഹാരാജാവ് എന്ന് പറഞ്ഞത്. അതെ, ആ സിനിമയ്ക്ക് ശേഷം കേട്ടോ. എന്താണെങ്കിലും ആക്ഷൻ പൊളിറ്റിക്കൽ ത്രില്ലർ ആയിരിക്കും എന്നാണ് കേൾക്കുന്നത്. ഓക്കെ, ആൻഡോ ജോസഫ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നല്ല കാര്യം, നല്ലതായിട്ട് വരട്ടെ. പിന്നെ അല്ല,
മാക്സിമം ഈ ബിൽഡപ്പ് എടുക്കാതെ ചെറുതാക്കുകയാണെങ്കിൽ ആളത് എന്തെങ്കിലും ഇല്ല, ഞാൻ പറയുന്നത് അഭിപ്രായം ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുമെന്ന് ഇല്ല ഞാൻ ചോദിക്കും. ഇനി കിഴികൾ കിടക്കുന്നുണ്ടല്ലോ, അതെ അത്രേ ഉള്ളൂ. പിന്നെ എന്തിന് ബ്രഹ്മയുഗം കൊള്ളാം. ഞാൻ ടോക്സിക് ആണ്ടല്ലോ ശരിക്കും. ഏയ് ഇല്ല, കുഴപ്പമൊന്നുമില്ല. ബ്രഹ്മയുഗത്തിന്റെ റിലീസ് ഡേറ്റ് റൂമേഴ്സ് പ്രകാരം ഫെബ്രുവരി 15 എന്നായിരുന്നു. എന്നാൽ അങ്ങനെയല്ല, ഇപ്പൊ മറ്റൊരു റൂമേഴ്സ് പ്രകാരം പറയുന്ന കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അത് റൂമറായിരുന്നു, ഇനി വരാൻ പോകുന്നത് ഒഫീഷ്യൽ ആയിട്ടുള്ള ഡേറ്റ് ആണെന്ന്. വീണ്ടും റൂമർ തന്നെ പറഞ്ഞോ. മറ്റൊരു റൂമേഴ്സ് പ്രകാരം ഫെബ്രുവരി 8 അല്ലെങ്കിൽ 9, ഈ 2 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും എന്നാണ്. അതെന്തായാലും ഉറപ്പല്ലല്ലോ, അപ്പൊ 2 ദിവസം ഒരുമിച്ച് കൊണ്ടുപോയിട്ട് റിലീസ് വെക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ഡിസംബർ 8-ന് ഫെബ്രുവരി 8-ന് മറ്റൊരു സംഭവമുണ്ട്. യാത്രയല്ലേ? മമ്മൂക്കയുടെ യാത്ര 2 റിലീസിനുണ്ട്. അപ്പൊ അതേ ഡേറ്റ് തന്നെ കൊണ്ടുപോയി വെക്കുവോ? വെക്കാൻ ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമല്ല, ഒരു കുഴപ്പമില്ല, ഒരു വിഷയമല്ല. കാരണം അത് തെലുങ്കില് അതും മമ്മൂക്കയ്ക്ക് കുറഞ്ഞ സമയം ഉണ്ടാവുള്ളൂ സിനിമയില്. ഇവിടെ അതിനേക്കാളും കൂടുതൽ ഇവിടെ കാണാൻ നിൽക്കുന്നോടത്ത് അതല്ലേ എന്തായാലും ചെയ്യുള്ളൂ. അതെ, ഇനിയിപ്പോ 9 ആക്കിയാലും ഇത് കാര്യമൊന്നുമില്ല, മാറ്റൊന്നുമില്ലല്ലോ അല്ലേ? എന്തോ കിട്ടിയിട്ടുണ്ട്. തഗ് ലൈഫ്, ഉലകനായകൻ കമൽഹാസൻ, ദുൽഖർ, ജയൻ രവി. എന്തിടാ ദുൽഖറൊക്കെ ഇങ്ങനെ പറയുമ്പോ പറയണ്ടേ? ജയൻ രവി, പിന്നെ അറിയാവുന്നു നായികനെ പേര് മറന്നുപോടാ. നായിക തൃഷ. അതൊക്കെ പറഞ്ഞു, അത് പറഞ്ഞിട്ടില്ല. എന്താണെങ്കിലും സിനിമയുടെ ഷൂട്ട് ജനുവരി 18-ാം തീയതി ചെന്നൈയിൽ ഒരു കോളേജിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. കിട്ടുന്നില്ല ചെന്നൈയിലുള്ള ആ കോളേജിന്റെ പേര് ഞങ്ങൾക്ക് അറിയാം, പക്ഷെ തെറ്റിപ്പോകുന്നുള്ള ഭയം കാരണം ഞങ്ങൾ പറയുന്നില്ല. എന്തായിരുന്നു? ചിപ്പറ്റോ? ചിപ്പറ്റാണ്, ചിപ്പറ്റ്. അങ്ങനെ എന്തോ ഒരു അവിടെയാണ്, അത് സ്ഥലപ്പേരാണ്. എന്താണ് വേണ്ടേ, വേറെന്തെങ്കിലും ഒക്കെ പാടാ. എന്തായാലും 18-ാം തീയതി അതിന്റെ ഷൂട്ട് തുടങ്ങും. മണിരത്നാണ് സിനിമ ഒരുക്കുന്നത്. വമ്പൻ സംഭവമായിട്ട് വരാൻ പോകുന്ന ഒരു സിനിമയാണ് തീർച്ചയായിട്ടും. കാസ്റ്റിംഗ് തന്നെ പറഞ്ഞു കേൾക്കുമ്പോ അറിയാലോ ഈ സിനിമയുടെ വലിപ്പം. ഞാൻ കൊടുക്കണ്ട, ആശാദന്റെ ഹൈപ്പ് പറ്റുന്നുണ്ട്. സംശയം എന്താ? നല്ല ബോധ്യമുണ്ട് ഞാനിതിന് മുൻപ് എടുത്ത കിഴികണ്ട വലിപ്പം. ഓക്കെ, കൊള്ളാം. നല്ല ചിരി. അടുത്ത കിഴി എടുക്ക്. ഓക്കെ, അടുത്ത കിഴി പോന്നോട്ടെ. ടോക്സിസിറ്റി ഒരിക്കലും ഇല്ല. ആ മിഷൻ ഇമ്പോസിബിളിന്റെ വണ്ടി മറിഞ്ഞില്ലായിരുന്നേ കണ്ടല്ലോ, ഞാൻ അവിടെ രാജാവായിരുന്നു. അതിനെക്കാട്ടിലൊക്കെ മുകളിൽ എന്തായാലും ഉണ്ടായിരുന്നു തഗ് ലൈഫ് ഒക്കെ. പിന്നെന്താ ഇതുവരെ കൺഫേം ആയിട്ടൊന്നും ഇല്ലല്ലോ, ഇത് കൺഫേം അല്ലേ? അപ്പൊ ഏതാ മുകളില്? ആ വണ്ടി അതിലേ പോയതാ പറ്റിയത്. ടോക്സിക് കൺഫേം യശാണോ? കരീന കപൂർ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, യശാണോ? അതാണ് അത് മതി. ന്യൂസിന് പവർ വരണമെങ്കിൽ അത് അങ്ങനെയാണെങ്കിൽ അല്ലേ. അടുത്തത് ഹി ആൻഡ് ഷീ. എന്തിനാടാ അപ്പൊ കയറി വന്നത്? ഹി ആൻഡ് ഷീ കയറി വന്നിട്ടുണ്ട്. എന്തായാലും ദിലീപിന്റെ ചിത്രമാണ്. റാഫി, അതായത് വോയിസ് ഓഫ് സത്യനാഥിന് ശേഷം റാഫി അല്ലേ? അടിപൊളി. എന്താവോ വോയിസ് ഓഫ് സത്യനാഥ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ സിനിമ, ഉള്ള കാര്യം പറയാലോ, നമ്മളത് റിവ്യൂലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അവർ വീണ്ടും ഒരുമിക്കുന്നു. ഹി ആൻഡ് ഷീ ആള് തന്നെയാണ്. ആളുടെ സ്ക്രിപ്റ്റിലെ ആളിപ്പോ വേറെ. എനിക്ക് ഈ ദിലീപിന്റെ കാര്യത്തിലേ ഈ വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, പുതിയ കാലഘട്ടത്തിന്റെ സംവിധായകരിൽ ഒരുമിച്ചിട്ടുള്ള പറ്റൂലല്ലേ. ഇവരെങ്ങനെ കുറച്ച് ടീമുണ്ട് സ്ഥിരം, അങ്ങനത്തെ ആൾക്കാരുമായിട്ടാണ് കൂടുതൽ സിനിമകൾ വരുന്നത്. അതായിരിക്കും നല്ലത്. റാഫിയൊക്കെ എന്തായാലും ദിലീപിന്റെ കൂടെ തന്നെ ചെയ്യുന്നതാണ് രണ്ടുപേർക്കും നല്ലത്. അതെ അല്ലേ? സത്യം. കാരണം അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ ദിലീപിനെ കഴിയുള്ളൂ. ഇപ്പൊ വോയിസ് ഓഫ് സത്യനാഥ് എന്ന് പറഞ്ഞ സിനിമ നമുക്ക് ബേസിക്കലി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അതിനകത്ത് ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ ദിലീപിനെ കൊണ്ടേ പറ്റുള്ളൂ, വേറെ ആരും അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യൂല. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളിലേക്ക് വരുമ്പോ അടിപൊളിയായിരിക്കും. ചെയ്യാൻ കഴിയൂല. അതെ, അതായത് അതിനുള്ള താരങ്ങളൊന്നും ഇവിടെ മലയാളത്തിൽ ഇല്ല. അത് അങ്ങനത്തെ ക്യാരക്ടറുകളൊക്കെ അത് ദിലീപിനൊക്കെ തന്നെ പറ്റുള്ളൂ.
എന്തായാലും ഹി ആൻഡ് ഷീ സിനിമ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ദിലീപ് ഡബിൾ റോൾ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ദിലീപ് രണ്ടെണ്ണമായിട്ടോ, അച്ഛനും അപ്പോൾ ഈ കിഴിൻ്റെ പവർ കൂടുകയാണ് കേട്ടോ. ദിലീപ് രണ്ടെണ്ണം, ദിലീപ് രണ്ട് പോന്നോട്ടെ അടുത്തത്. അപ്പൊ ഇത് ദിലീപിന്റെ രണ്ട് കിഴി തീർച്ചയായിട്ടും അച്ഛനുമായിട്ടും മകനായിട്ടും എങ്ങനെയായിരിക്കും അല്ലേ ചെയ്യുന്നത്. എന്തായാലും മമത മോഹൻദാസ് നായികയായിട്ട് വരുന്നു, നൈല ഉഷ ഒരു പ്രധാനപ്പെട്ട റോളിലെത്തുന്നു. ഇതൊക്കെ തന്നെയല്ലേ ഇതിന്റെ. എനിക്ക് ഒരൊറ്റ ഡൗട്ട്, ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ പറയാനുള്ളൂ. എന്താണ് ഈ അച്ഛനും മകനാന്ന് പറഞ്ഞല്ലോ, ദൈവത്തെ ഓർത്ത് ആ പഴയ വിഗ് വെച്ചിട്ട് വരരുത്. താടിയും അത് എനിക്ക് തോന്നുന്നു മറ്റേ ഇതിനകത്ത് മേടിച്ചു വെച്ചതുണ്ടാവും ബാദ്രയില്. അതായത് ദിലീപ് വിഗ് വെച്ചിട്ട് എനിക്ക് അത് ഭയങ്കര ഏജ്ഡ് ആയിട്ട് കാണിച്ചല്ലോ നമ്മുടെ കല്യാൺ രാമനിലെ, അത് മാത്രമേ ഞാൻ ഉൾക്കൊണ്ടിട്ടുള്ളൂ. അതിന് വേറൊരു കാര്യങ്ങളുണ്ട്. അതിന്റെ മേക്കപ്പ് ചെയ്തേക്കുന്ന ടീമുകൾ തന്നെ വേറെ, അത് ഗംഭീരമായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനുശേഷം പ്രായം കാണിക്കാൻ വേണ്ടി കുറെ നരച്ച താടി മാത്രം വെച്ചിട്ട് ഇപ്പൊ ഇതില് നമ്മളിപ്പോ ബാന്ദ്രയില് ആ ലാസ്റ്റിൽ വരുന്ന സീനിൽ കണ്ടു. പിന്നെ ഇപ്പൊ ഏതായിരുന്നു ഈ വരാൻ പോണ സിനിമ തങ്കമണിയിലുണ്ട് അതേ സാധനം തന്നെ. ഇനിയിപ്പോ അങ്ങനത്തെ തന്നെ അച്ഛനെങ്ങനെ കൊണ്ടുവരരുതേ എന്നൊരു ആവേശം മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ വിഗ് വെക്കാതെ കേശൂല് കൊണ്ടുവന്നു, അത് ഗംഭീര മേക്ക് ഓവറാണ്. അത് മേക്ക് ഓവർ വേറെ ലെവലായിരുന്നു കേട്ടോ, അത് സമ്മതിക്കാണ്ടിരിക്കാൻ പറ്റില്ല. വൃത്തികെട്ട വിഗ് കൊണ്ട് വെച്ചിട്ട് വേറെ എന്താറിയോ, കോമഡി ആയിക്കോട്ടെ ദിലീപ് അല്ലേ അങ്ങനെ അംഗീകരിക്കുമെന്ന് കരുതിയിട്ടാണ് തോന്നുന്നത്. അത് എനിക്ക് തോന്നുന്നത് അത് തന്നെ കേട്ടോ. അങ്ങനെ അത് എപ്പോഴും അത് പോകൂല, സീരിയസ് അപ്രോച്ച് വേണം. അതെ, മാറ്റുമ്പോ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോ അതിൻ്റെതായ സെറ്റപ്പിൽ ചെയ്യണ്ടേ. അതിന് ഒന്നാമതൊരു ഉദാഹരണമാണ് മറ്റേ സിനിമ കേട്ടോ നീ പറഞ്ഞ കല്യാണരാമൻ. അതിലെ മേക്കപ്പ് അതിനകത്ത് നവ്യനെ ചെയ്തിരിക്കുന്ന എന്താണ് ഭദ്രൻ ലാലേട്ടൻ മൂവി. അതായത് സ്ഫടികത്തിന് ശേഷം സ്ഫടികം 2 വരുന്നു ലോറി ഡ്രൈവറായിട്ട്. ഇങ്ങനെ പഞ്ചി കൊടുക്കുക അല്ല, എനിക്ക് പഞ്ചിന്റെ ആവശ്യം ടോക്സിസിറ്റി ഇങ്ങനെ വാരി എറിയല്ലേ. സ്ഫടികം 2 വരുന്നു, ക്യാപ്ഷനൊക്കെ അത് കൊടുക്കണം, എന്നിട്ട് ഞെട്ടണം, എന്നിട്ട് നമ്മളെ തെറി വിളിക്കണം. ടോക്സിക് എന്ന് പറഞ്ഞത് എങ്ങനെ ആയിരിക്കണം, ചോദിച്ചു വാങ്ങാന്ന് കേട്ടിട്ടില്ലേ. എന്താണെങ്കിലും ലോറി ഡ്രൈവറായിട്ട് സ്ഫടികത്തിന് ശേഷം മോഹൻലാൽ വരുന്നു. അതായത് ഒരു ഇത് ഭദ്രൻ തന്നെ സ്ഫടികം മറ്റേ 4K ഇറങ്ങുന്ന സമയത്ത് അതിന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു സംഭവം തന്നെയാണ്. അതിപ്പോ ഏകദേശം കുറച്ചും കൂടി ഒന്ന് കൺഫേം ആയി വരുന്നുണ്ട്. അതായത് മറ്റുള്ള ഏരിയകളിൽ നിന്ന് അതിന്റെ കുറച്ച് സൂചനകൾ വന്നു, അതുകൊണ്ടാണ് ഈ കിഴിയിൽ ഇത് ഉൾപ്പെടുത്താൻ കാരണം. തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ സജീവമായ ചർച്ചകൾക്ക് ഇനി സ്കോപ്പ് ഉണ്ട്, വരും, വന്നിരിക്കും. അതെ, എന്തായാലും ഇതൊരു ഒരു റൈഡാണെന്നുള്ളതാണ് കേട്ടത്. അതായത് ലോറി ട്രാവൽ മൂവി അങ്ങ് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് പിന്നെ എവിടെ അവസാനിക്കുന്നത് അറിഞ്ഞൂടാ. എന്തായാലും ബോക്സ് ഓഫീസ് കുത്തിപ്പൊളിച്ചിട്ട് ഒരു വരവുണ്ടാവും. ഇത് കൺഫേം ആണെങ്കിൽ അത് ഉറപ്പാ, അതിനകത്ത് വേറെ സംശയമൊന്നുമില്ല. എന്താണെങ്കിലും ചെകുത്താൻ ഒരു 1.5 ജയിച്ചടാ. അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡ് ഇവൻ എപ്പോഴെങ്കിലും എടുക്കാണ്ട് നീ ജയിച്ചടാ എന്ന് പറഞ്ഞ് കിഴി എനിക്ക് തരുന്നത് ഞാൻ തരൂല. കാരണം ഞാൻ എടുത്തതൊക്കെ ഐ ആം ദി ബെസ്റ്റ്, ഞാൻ എടുത്തതൊക്കെ കിടില കിഴിയാണ്, അതുകൊണ്ട് ഞാൻ തരൂല. വേണമെങ്കിൽ എടുത്തിട്ട് പോടെ, വേണമെങ്കിൽ എടുത്തിട്ട് പോടെ. ഒരു യെല്ലോ ടീഷർട്ട് ഇട്ട് വഴിത്തായിരിക്കുന്നില്ലേ. അല്ലടിയാ, നീ ഇപ്പൊ കരുതുണ്ടാവും അതുകൊണ്ടൊക്കെ അവസാനിക്കൂല, അവസാനിക്കണ്ട, തുറന്നോ, ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്, എടുക്ക്. ഓക്കേ, അതിന് തൂക്കണതേ, അതിനാണ് എറിയുന്നത്. അത് കൊള്ളാം, കുഴപ്പമില്ല, നല്ലതാണ്, നല്ല തൂക്കണ്ട്. നോക്കട്ടെ, ഈ സ്ഫടികം 2 കൊണ്ടുവരുമ്പോൾ ഞാൻ വാലിബനെ കൊണ്ടുവരും. മലൈക്കോട്ടെ വാലിബൻ്റെ ന്യൂ അപ്ഡേറ്റ്. ചിത്രം ജനുവരി 25-നാണ് റിലീസിനെത്തുന്നത്. സിനിമയുടെ ഡബ്ബിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട് ഡാനിഷ് സൈറ്റ്സ്, അതായത് 4 ഭാഷകളിലും ആള് തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. മലയാളം ചെയ്തിട്ടുണ്ടാവില്ല. മലയാളം കുറച്ച് കടിച്ചാൽ പൊട്ടാറേ, കടിച്ചാൽ കിട്ടൂല, പക്ഷേ പറഞ്ഞാൽ കിട്ടൂലോ. എന്തിനാ മലയാളം കടിക്കുന്നത്? അതെ, ഇപ്പൊ എനിക്ക് സംഭവിച്ചത് ഇതിന്റെ അപ്പുറമായിരിക്കും അവർക്ക്. അതെ, ഇനിയും പറയാം, വേണമെങ്കിൽ എടുത്തിട്ട് പോടേ. അപ്പൊ എന്തായാലും കിഴി എപ്പിസോഡോട് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. അയലാൻഡ് ട്രെയിലറുമായിട്ട് റിയാക്ഷൻ.